വാഹനാപകടത്തിൽ പരിക്കേറ്റ് വേദന കടിച്ചമർത്തി തെരുവിൽ കഴിയുകയാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി 50-കാരനായ ജോസ്. ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ജീവിതം നയിക്കുന്ന ജോസിന് പ്രാഥമിക ചികിത്സ ലഭിച്ചുവെങ്കിലും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തതിനാൽ കൂടുതൽ ചികിത്സ ലഭിക്കുന്നില്ല. 17 വർഷം മുൻപാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി ജോസ് തലശ്ശേരി നഗരത്തിലെത്തിയത്. പല കൂലിവേലകളും ചെയ്തു. ഇപ്പോൾ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റാണ് ഇദ്ദേഹം വരുമാനം കണ്ടെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവങ്ങാട് വെച്ചുണ്ടായ അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. നാട്ടുകാർ ഉടൻ തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമികമായ ചികിത്സകളെല്ലാം നൽകി. മറ്റ് അസുഖങ്ങളും അലട്ടുന്നതിനാൽ കൂടുതൽ ചികിത്സ ആവശ്യമാണ്. എന്നാൽ കൂട്ടിരിപ്പുകാർ ഇല്ലാത്തതിനാൽ തുടർ ചികിത്സ മുടങ്ങി. അവശനായ ജോസ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടവരാന്തയിൽ വേദന തിന്ന് കഴിയുകയാണ്. വയറിനും കാര്യമായ ബുദ്ധിമുട്ടുണ്ട്. ആയതിനാൽ തന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കില്ല. നിലവിൽ സാമൂഹ്യ പ്രവർത്തകൻ ബാബു പാറൽ നൽകുന്ന ജ്യൂസും മറ്റും കഴിച്ചാണ് ഇദ്ദേഹം ജീവൻ നിലനിർത്തുന്നത്. ഇദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകാൻ കഴിയാത്തത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് ബാബു പാറൽ പറഞ്ഞു. ഇയാൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ തലശ്ശേരി ടൗണിൽ വെച്ചിട്ട് നമ്മളെ ദിനേശ് ഭവൻ്റെ മുമ്പിൽ വെച്ചിട്ട് കാലത്തെ ഒരു കുറച്ച് 4 മണിക്ക് ഒരു വാഹനം ഇടിച്ചാണ്. വാഹനം നിർത്താതെ പോയി. അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് ഇയാൾ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഇയാളെ തലക്ക് വെറുതെ ഒരു വെച്ച് കെട്ടും കെട്ടി ഒരു ബിറ്റാഡിയൻ എന്ന് പറയുന്ന ഒരു ഓയിൻമെൻറ്റും തേച്ച് ഒരു കെട്ടും കെട്ടിയിട്ട് പറഞ്ഞു വിട്ടു. ഈ മനുഷ്യനൊന്ന് എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ ഒന്നിനും സാധ്യമല്ല. അത്രയും അവസരമാണ് ഇയാൾ. ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ മനുഷ്യനുള്ളത്. അപ്പോൾ ഇവരെ പോലത്തെ ആളുകൾക്ക് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രി എന്തുകൊണ്ടാണ് ചികിത്സ നിഷേധിക്കുന്നത്? ഇവരെ ഇപ്പോൾ അഡ്മിറ്റ് ആകാതിരിക്കാൻ അവർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ കൂട്ടിരിപ്പുകാർ വേണമെന്നാണ്. കൂട്ടിരിപ്പുകാർ ഈ പാവങ്ങൾ തെരുവിൽ ഒറ്റപ്പെട്ട മനുഷ്യന്മാർക്ക് എവിടെയാണ് ഒരു കൂട്ടിരിപ്പ് ഉണ്ടാവുക? മനസാക്ഷിയുള്ളവർ, മനുഷ്യത്തുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കണം. ആരോരുമില്ലാത്തവർക്കും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തവർക്കും ആവശ്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ തെരുവിൽ കഴിയുന്ന അശരണർക്കും ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാകൂ. ഇതിനാവശ്യമായ നടപടി സർക്കാർ തലത്തിൽ നിന്നും സ്വീകരിക്കണമെന്നും ബാബു പറൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.